ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് പാൽക്കപ്പയാണ്. ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുത്ത കപ്പ നന്നായി കഴുകി വൃത്തിയാക്കിയ ശേഷം കപ്പ മുങ്ങിക്കിടക്കും വിധം വെള്ളവും പാകത്തിന് ഉപ്പും ചേർത്ത് വേവിച്ചത് വെള്ളം ഊറ്റിക്കളഞ്ഞ് വെച്ചേക്കുന്നതാണ് കേട്ടോ ഇത്. ഇനി പാൽക്കപ്പ ഉണ്ടാക്കുന്ന പാത്രത്തിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. തേങ്ങയുടെ 1-ാം പാലും 2-ാം പാലും ഒക്കെ ഒരുമിച്ചാണ് ചേർക്കേണ്ടത്. 1 കിലോ തൂക്കം വരുന്ന കപ്പയിലേക്ക് 2.5 കപ്പ് തേങ്ങാപ്പാലാണ് എടുക്കേണ്ടത്. 8 ചെറിയുള്ളിയും 10 അല്ലി വെളുത്തുള്ളിയും 3 പച്ചമുളകും ചതച്ചത് ചേർത്ത് കൊടുക്കാം. കൂടെ പാകത്തിന് ഉപ്പും. ഇനി നമുക്ക് നന്നായി ഉടച്ചെടുത്ത കപ്പ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ച് എല്ലാം നന്നായി ഒന്ന് യോജിപ്പിച്ചെടുത്ത് തിളച്ചു തുടങ്ങുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. താളിച്ച് ചേർക്കാനായി 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് പൊട്ടിച്ചെടുക്കാം. ഇനി 4 ഉണക്കമുളകും 7 ചെറിയുള്ളി ചെറുതായി അരിഞ്ഞതും 3 തണ്ട് കറിവേപ്പിലയും ചേർത്ത് നല്ലപോലെ വഴറ്റിയെടുക്കാം. തേങ്ങാപ്പാലിൽ വേവിച്ചെടുത്ത കപ്പയിലേക്ക് താളിച്ചത് ചേർത്ത് നന്നായി യോജിപ്പിച്ചെടുക്കുന്നതോടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള പാൽക്കപ്പ റെഡിയായി. ഒരു നാടൻ ടച്ചിന് വേണ്ടി ഞാൻ വാഴയിലയിലാണ് കേട്ടോ പാൽക്കപ്പ എടുത്തത്. കോമ്പിനേഷനായിട്ട് കുരുമുളക് ഇട്ട് വെച്ചിട്ടുള്ള നല്ലോണം എരിവുള്ള ബീഫ് കറിയും എല്ലാം കൂടി മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത അത്രത്തോളം ടേസ്റ്റി ആയിരുന്നു. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാവുന്ന ഈ ഐറ്റം നിങ്ങളും ട്രൈ ചെയ്ത് നോക്കൂ.